മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് മഹാലക്ഷ്മി പ്രതാപൻ്റെ വീട്ടിലോട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രതാപൻ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയെ കണ്ടതും പ്രതാപൻ ആകെ വല്ലാണ്ടാകുന്നുണ്ട്. കാരണം ആദ്യം മഹാലക്ഷ്മിയെ കാണുമ്പോൾ പ്രതാപൻ വിചാരിക്കും ഇത് പ്രേതമാണോ എന്ന്. പിന്നെ നോക്കുമ്പം പ്രതാപന് മനസ്സിലാവുന്നുണ്ട് അത് പ്രേതമൊന്നുമല്ലാന്ന്. അപ്പോൾ പ്രതാപന് ആകെ ഒരു സൈസ് പരവേഷവും വിഷമവും ഒക്കെ ആയിട്ട് പ്രതാപൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയും കരുണയും കൂടി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പ്രതാപനോട്, നിനക്ക് എന്താ പറ്റിയ, നീ എന്നെ ഇങ്ങനെ കിടന്ന് കാണിക്കണേ, നീ കഥകളി നടത്തുവാണോ എന്നൊക്കെ ചോദിക്കുമ്പം പ്രതാപൻ കരുണയോടും മുത്തശ്ശിയോടും അങ്ങോട്ട് നോക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിനക്ക് എന്താ പറ്റിയെന്ന് നീ പറയാമെന്ന് പറയുമ്പം മഹാലക്ഷ്മിയുടെ സൗണ്ടാണ് പിന്നെ കേൾക്കുന്നത്. അച്ഛന് മാത്രമല്ല പറ്റിയത്, അച്ഛൻ്റെ മോൾക്കും അമ്മയ്ക്കും കൂടിയാണ് പറ്റിയേക്കണേ എന്ന് പറയുമ്പം ഇവരാകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മീനെ കൊല്ലാൻ കൊണ്ടുപോയിട്ട് ഇതേ മഹാലക്ഷ്മി ജീവനോടുകൂടി വന്നേക്കണമല്ലോ എന്ന് ഓർത്ത് ഇവരാകെ പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹത്തോടു കൂടി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് എന്നോട് ശരിക്കും സ്നേഹം ഉണ്ടായിട്ട് വിളിച്ചതാണ്. അപ്പോഴും എൻ്റെ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞതാ, മഹി നീ അവരെ വിശ്വസിക്കരുത്, നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും നിൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിക്കും കരുണയ്ക്കും നിന്നെ സ്നേഹിക്കാൻ സാധിക്കില്ല. പലപ്പോഴും അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അതെനിക്ക് ബോധ്യപ്പെട്ടേക്കണെയാണ്. ഇപ്പം എന്തോ ഒരു ചതി മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവർ നിന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകണേ. അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നൊക്കെ എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ നിങ്ങളെ സംശയിച്ചില്ല. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. മാത്രവുമല്ല, കരുണയ്ക്ക് സുഖപ്രസവം നടക്കാൻ വേണ്ടി എന്നെ സ്നേഹിക്കണമെന്ന് ജ്യോത്സ്യർ പറഞ്ഞതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കാൻ വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ത്യാഗവും സഹിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സ്നേഹമായിട്ട് പെരുമാറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളെന്നെ ചതിക്കാൻ കൊണ്ടുവന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എന്നെ കൊല്ലാനായിട്ട് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ഏൽപ്പിച്ചു. പക്ഷേ എന്നെ കൊണ്ടുപോയ ഗുണ്ടകൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ പൂജിക്കുന്ന അയ്യപ്പസ്വാമി നേരിട്ടെത്തി എന്നെ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നു. നിങ്ങളെന്നെ ബോധം കെടുത്തി കൊക്കയിലേക്ക് എറിയാനല്ലേ ഗുണ്ടകളോട് പറഞ്ഞിരുന്നത്. നിങ്ങൾ നോക്ക്, എൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. നിങ്ങൾ എന്നോട് ചെയ്ത ഈ ദ്രോഹത്തിനുള്ള ശിക്ഷ എൻ്റെ കണ്ണേട്ടൻ നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരും. അത് നമുക്ക് കാണാം എന്നും പറഞ്ഞ് മഹാലക്ഷ്മി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ പോക്ക് കണ്ട് പ്രതാപനക്കും കരുണയ്ക്കും മുത്തശ്ശിക്കൊക്കെ നല്ല പേടിയാവുന്നുണ്ട്. കാരണം കണ്ണന് നല്ല സ്വത്തും സ്വാധീനവും എല്ലാം ഉണ്ടെന്നുള്ള വിവരമൊക്കെ ഇവർക്ക് അറിയാം. പിന്നെ കാണിക്കുന്നത് മോഹിനിനെയാണ്. മോഹിനി ദേവി പറഞ്ഞതനുസരിച്ച് അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. വരണ വഴിക്ക് ഗേറ്റിങ് എത്തുമ്പോൾ മഹാലക്ഷ്മിയെ കാണുന്നുണ്ട്. മോളെ എവിടെയായിരുന്നു, മോൾക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ മോഹിനി ചോദിക്കുമ്പം മഹാലക്ഷ്മി വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നെ സ്നേഹം നടിച്ച് ഇവർ വിളിച്ചുകൊണ്ട് വന്നത് കൊല്ലാനായിരുന്നു അമ്മേ. കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നെ ഒഴിവാക്കിയിട്ട് കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം ഇവർക്കും കമലേശ്വരത്തുള്ളവർക്കും പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പ്ലാൻ ചെയ്തത്. അപ്പോൾ മോളെ എങ്ങനെയാണ് രക്ഷപ്പെട്ട് വന്നതെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അയ്യപ്പസ്വാമിയെ പോലെ ഒരാൾ വന്ന് എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കി. ഞാൻ എത്രയും വേഗം എൻ്റെ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് എത്തട്ടെ. രാവിലെ മുതൽ ഞാൻ വിളിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് കണ്ണേട്ടനാകെ പേടിച്ചിരിക്കുമെന്നും പറഞ്ഞ് മഹാലക്ഷ്മി പോകാനൊരുങ്ങുമ്പം മോഹിനി പറയുന്നുണ്ട്, മോള് പോകല്ലേ, മോളിവിടെ നിൽക്ക്, നമുക്ക് കണ്ണനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അനന്തവും ലേഹയും കണ്ണനും കൂടി നമുക്ക് മഹിയുടെ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കാമെന്നും പറഞ്ഞ് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അയാൾക്ക് എന്തോ ഒരാപത്ത് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര സമയമായിട്ടും അയാൾ എന്നെ വിളിക്കാതെ ഒന്നും ഇരിക്കൂല എന്നും പറഞ്ഞുകൊണ്ട് കണ്ണനും അനന്തവും ലേഹയും കൂടി മഹിയുടെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് മഹിയും അമ്മയും ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നത് കാണുവാണ് കേട്ടോ. അപ്പോൾ വേഗം അവർ വണ്ടി നിർത്തിയിട്ട് അനന്തവും ലേഹയും ഓടി ഇറങ്ങി വരുന്നുണ്ട്. എന്താ മഹിക്ക് എന്താ പറ്റിയത്, നിങ്ങൾ എവിടെ പോയതാ, വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടിരുന്ന എന്താ, തിരിച്ച് വിളിക്കാണ്ടിരുന്ന എന്താ. കണ്ണനാകെ വിഷമത്തിലാണ്. മഹി പോന്നപ്പോൾ തൊട്ട് കണ്ണനാകെ പേടിയും വിഷമമായിരുന്നു. ഈ രണ്ടാനച്ഛൻ ചതിക്കണ കൂട്ടത്തിലാണെന്ന് എപ്പോഴും കണ്ണൻ പറയുന്നുണ്ടായിരുന്നു. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രാത്രി കിടന്ന സമയത്ത് ജനലയ്ക്ക് ആരോ മുട്ടിയതും അവർ വാതിൽ തുറന്ന് പുറത്തിറങ്ങി വന്നതും, പിന്നെ പ്രതാപൻ മോഹിനിയെയും മുത്തശ്ശീനെയും വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് പോയ സമയത്ത് ആരോ വന്ന് മഹാലക്ഷ്മിയെ ബോധം കെടുത്തി കൊണ്ടുപോയ കാര്യമൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അതിനുശേഷം അവരെന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ച സമയത്ത് എന്നെ രക്ഷിക്കാൻ അയ്യപ്പനെ കൂട്ടുള്ള ഒരാൾ വന്ന് എന്നെ രക്ഷിച്ചു. അയ്യപ്പ ഭഗവാൻ പറഞ്ഞു വിട്ടതാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അയാൾ എന്നെ അവരിൽ നിന്നും രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി എന്നൊക്കെ മഹി പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും കണ്ണനും അനന്തൂനൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ കണ്ണനും അനന്തവും പറയുന്നുണ്ട്, ഇന്ന് തന്നെ അയാൾക്ക് ഇതിനുള്ള പണി നമുക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ അങ്ങോട്ട് പോവണ്ട, അവരെന്തിനും മടിക്കാത്ത കൂട്ടങ്ങളാണ്. എൻ്റെ മോളും
അനന്തും അവർക്കൊപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. സ്വന്തം ചേച്ചിയെ കൊല്ലാൻ കൂട്ട് നിന്ന അവളുടെ ഒന്നും അടുത്തേക്ക് മോൻ പോകണ്ട, മോനും ലക്ഷ്മി മോളും ഇപ്പം തന്നെ ഇവരുടെ കൂടെ തിരിച്ചു പോയിക്കോ, ഇനി ഒരിക്കലും മോളും കൂടി വരുമോ വേണ്ടാന്നും പറഞ്ഞ് മോഹിനി അങ്ങനെ വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നത് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്കാട്ടോ. കമലേശ്വരത്തേക്കൊന്നും അവർ പോകുന്നില്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ട് കമലേശ്വരത്ത് ഇതിൻ്റെ സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ടാവുമെന്ന്. അപ്പോൾ അനന്തു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മഹാലക്ഷ്മി മരിച്ചു എന്ന് ഓർത്ത് നിൻ്റെ രണ്ടാനമ്മയും സഹോദരങ്ങളും കമലേശ്വരത്ത് വീണ്ടും പടക്കം പൊട്ടിക്കലൊക്കെ നടത്തുന്നുണ്ടാവും, മേഘനാഥനും ഉണ്ടാവും അവരുടെ കൂടെ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവർക്കെല്ലാവർക്കുള്ള പണി ഞാൻ കൊടുക്കാം. എൻ്റെ സ്വത്തിന് വേണ്ടിയാണല്ലോ എൻ്റെ ഭാര്യയെ അവർ കൊല്ലാൻ ശ്രമിച്ചത്. മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ എൻ്റെ സ്വത്തുക്കളെല്ലാം അവർക്ക് കിട്ടുമെന്നാണ് അവരുടെ വിചാരം. എൻ്റെ മഹിയോട് ഇത്രയ്ക്കും ക്രൂരത ചെയ്ത അവർക്ക് എൻ്റെ സ്വത്തുക്കളിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ഞാൻ കൊടുക്കില്ല. ഇനി സ്വത്തുക്കളെല്ലാം ഞാൻ മഹിയുടെ പേരിൽ എഴുതി വെക്കാൻ പോവാണെന്നൊക്കെ പറയുമ്പം അനന്തു പറയുന്നുണ്ട്, അവർ സ്വത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കൂല. അതുകൊണ്ട് തന്നെ നീയും മഹി ഇനി ആ വീട്ടിൽ താമസിക്കണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. ഇനി ആ വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ആ വീട്ടിലുള്ള എല്ലാ വൃത്തികെട്ടതുങ്ങളെയും അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രം നിങ്ങളവിടെ പോയി താമസിച്ചാൽ മതി. ഇനി ഒരിക്കലും നിൻ്റെ രണ്ടാനമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ നീ വിശ്വസിച്ച് താമസിക്കരുത്. അവർ ഏത് രീതിയിലും നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നൊക്കെ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതിനി എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഞങ്ങൾ അവരുടെ കൂടെ താമസിക്കില്ല. ഒന്നിലെ ഞാൻ അവരെ എല്ലാവരെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, ഇല്ലെങ്കിൽ ഞാൻ വേറൊരു വീടെടുത്ത് താമസിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനന്തുവിൻ്റെയും ലേഹയുടെയും കൂടെ അവരുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയും ദുർഗേനെയും ആട്ടോ. മഞ്ജു വേഗം തന്നെ ഫോണെടുത്ത് മേഘനാഥന് വിളിക്കുന്നുണ്ട്. മേഘനാഥൻ ഫോണെടുത്തതും മഞ്ജു വളരെ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട്, മേഘേട്ട നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു, ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല. മേഘേട്ടൻ വൃത്തികെട്ടവനാന്ന് പറഞ്ഞുണ്ടാക്കിയ അവൾ ഇനി ഈ കുടുംബത്തിൽ ഉണ്ടാവില്ല. മിക്കവാറും അവളിപ്പോൾ മരിച്ചിട്ടുണ്ടാവും. കൊട്ടേഷൻ കൊടുത്ത് കൊണ്ടുപോയ ഗുണ്ടകൾ അവളെ കൊക്കയിലേക്ക് എറിയുമെന്നാണ് കരുണേടത്തി പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ മേഘനാഥന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മേഘനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി കണ്ണൻ്റെ സ്വത്തുക്കളുടെ എല്ലാം അവകാശി നമ്മൾ മാത്രമാണ്. ആ സ്വത്തുക്കളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാമെന്നൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും കരുണേനെയും മുത്തശ്ശിയാണ് കേട്ടോ. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അവൾ തിരിച്ചു വന്ന സ്ഥിതിക്ക് എന്തായാലും അവൾ ആ കണ്ണച്ചാറുകൂടി വിവരങ്ങളൊക്കെ പറയും. ഇനി എന്നെ ആ കമലേശ്വരം തറവാട്ടിലേക്ക് അയാൾ കയറ്റുമെന്ന് തോന്നണില്ല. എന്നെ ഉണ്ണിയേട്ടനെയും അമ്മേനെയും മഞ്ജുവിനെയും എല്ലാവരെയും അയാൾ മിക്കവാറും കമലേശ്വരത്ത് നിന്ന് ഇറക്കി വിടുമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അവനങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് മോൾ പേടിക്കൊന്നും വേണ്ട. മോൾക്ക് വരാൻ ഈ വീടുണ്ട്, അല്ലെങ്കിൽ മോളുടെ മുത്തശ്ശിയുടെ വീടുണ്ട്. ഉണ്ണീനെയും കൂട്ടി മോളും ഇങ്ങോട്ട് പോരെ. അതോർത്ത് മോൾ പേടിക്കുകയൊന്നും വേണ്ട. ആ കണ്ണനും മഹാലക്ഷ്മിക്കുള്ള പണി പിന്നീട് നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ ഒരു രീതിയിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രൊമോ റിവ്യൂവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.